രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടരുകയാണ് ബി.ജെ.പി. നേതാക്കൾ. ഇപ്പോഴിതാ ഹരിയാനയിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പരിപാടികളിൽ മുഴങ്ങിക്കേൾക്കുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളികളാണെന്നാണ് ഷായുടെ ആരോപണം. പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസ് പഴറ്റുന്നതെന്നും ബാദ്ഷാപൂരിൽ നടന്ന റാലിയിൽ അമിത് ഷാ തുറന്നടിച്ചിരുന്നു. ഷായുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹരിയാനയിൽ പുതിയ ട്രെൻഡ് ശ്രദ്ധയിൽപ്പെട്ടു. ഹതിൻ മുതൽ തനേസർ വരെയും തനേസർ മുതൽ പൽവാൽ വരെയും കോൺഗ്രസ് വേദികളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. പാർട്ടിയിലെ നേതാക്കളും പ്രവർത്തകരും പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്നാണ് എനിക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത്. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിച്ച് അന്ധരായിരിക്കുകയാണെന്നും അമിത് ഷാ ആരോപിച്ചു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തിനെതിരെയും ഷാ വിമർശനമുയർത്തി. കശ്മീർ യഥാർത്ഥത്തിൽ നമ്മുടേതല്ലെന്നുണ്ടോ? ആർട്ടിക്കിൾ 370 എടുത്തു കളയേണ്ടിയിരുന്നില്ലേ? കോൺഗ്രസും രാഹുൽ ബാബയും പറയുന്നത് ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്നാണ്. രാഹുൽ ഗാന്ധിയുടെ 3 തലമുറയ്ക്ക് പോലും 370 തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഹരിയാനയിൽ അടക്കമുള്ള യുവാക്കൾ കശ്മീരിനെ സംരക്ഷിക്കാൻ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വെറുതെയാകില്ല. വഖഫ് അമെൻഡ്മെന്റ് ബിൽ ശൈത്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും ഷാ ഈ അവസരത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുന്ന യന്ത്രമാണെന്നും ഷാ വിമർശിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറയുന്നത് അഗ്നിവീറുകൾക്ക് സൈന്യത്തിൽ നിന്നും പുറത്തു കടന്നാൽ ജോലിയൊന്നും ലഭിക്കില്ലെന്നാണ്. എന്നാൽ ഹരിയാന സർക്കാരും കേന്ദ്രവും ഓരോ അഗ്നിവീറുകൾക്കും പെൻഷന് അർഹമായ ജോലികൾ നൽകും. നിങ്ങളുടെ മക്കളെ സൈന്യത്തിലേക്ക് അയക്കാൻ യാതൊരു മടിയും കാണിക്കരുത്. 5 വർഷത്തിന് ശേഷം പെൻഷൻ ഇല്ലാത്ത ജോലി ലഭിക്കാത്ത ഒരു അഗ്നിവീറിനെ പോലും നിങ്ങൾക്ക് കാണാനാകില്ല. സായുധ സേനയിൽ യുവത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ അഗ്നിവീർ പദ്ധതി അവതരിപ്പിച്ചത്. കരസേനയിലെ ഓരോ 10ാമത്തെ സൈനികരും ഹരിയാനയിൽ നിന്നാണ് വരുന്നത്. ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെ 1 റാങ്ക് 1 പെൻഷൻ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കിയത് ഇവിടുത്തെ മോദി സർക്കാർ ആണെന്നും ഷാ എടുത്തു പറഞ്ഞു. അതേസമയം ഷാ ഇത്രയൊക്കെ തുറന്നടിക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഹരിയാന ബി.ജെ.പിയിൽ നിന്ന് 8 വിമതരെ പുറത്താക്കിയ വാർത്ത ഏവരെയും ഞെട്ടിച്ചിരുന്നു. 6 വർഷത്തേക്കാണ് ഇവരെ പുറത്താക്കിയത്. ഹരിയാന നിയമസഭയിലേക്ക് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച മുൻ മന്ത്രി രഞ്ജിത്ത് ചൌട്ടാലയും പുറത്താക്കിയവരുടെ പട്ടികയിലുണ്ടെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ഭദോലി പറഞ്ഞു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ലാദ്വയിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച സന്ദീപ് ഗാർഗിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന ചോദ്യം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ബി.ജെ.പിയിൽ നിന്നും നേതാക്കളെ പുറത്താക്കിയത്. എന്നാൽ ഇതിന് ഉത്തരം നൽകാതെ രാഹുലിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയാണ് ബി.ജെ.പി നേതാക്കൾ. 90 അംഗ ഹരിയാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്ടോബർ 5-നാണ് നടക്കുന്നത്. ഒക്ടോബർ 8-ന് വോട്ടെണ്ണും.